ഓണത്തിനെതിരെ വർഗീയ പരാമർശം നടത്തിയ അധ്യാപകർക്കെതിരെ നടപടി ആവശ്യപ്പെട്ട് കല്ലുംപുറം സിറാജുൽ ഉലൂം സ്കൂളിലേക്ക് BJP മാർച്ച് നടത്തി. സ്കൂളിന്റെ നിലപാട് അങ്ങേയറ്റം വർഗീയപരമെന്ന് BJP ആരോപിച്ചു. പരാമർശം നടത്തിയ അധ്യാപകരെ എത്രയും വേഗം പുറത്താക്കണമെന്നും കുട്ടികളുടെ മനസ്സിൽ വർഗീയ ചേരിതിരിവ് ഉണ്ടാക്കാനാണ് സിറാജുൽ ഉലൂം സ്കൂൾ ശ്രമിച്ചത് എന്നും BJP ചൂണ്ടിക്കാട്ടി. വിവരങ്ങളുമായി സാനു കെ സജീവാണ് ചേർന്നത്. സാനു, എന്താണ് സംഭവിച്ചത്? രാഖി, കഴിഞ്ഞ ദിവസമാണ് ഈ സ്കൂളിലെ അധ്യാപകരും ഒപ്പം തന്നെ രക്ഷിതാക്കളും കുട്ടികളുടെ രക്ഷിതാക്കളും അടക്കമുള്ള വാട്സാപ്പ് ഗ്രൂപ്പുകളിൽ ഓണാഘോഷവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള തീവ്ര വർഗീയത തുപ്പുന്ന തരത്തിൽ അധ്യാപകരുടെ ഭാഗത്തു നിന്നുള്ള ശബ്ദ സന്ദേശങ്ങളൊക്കെ വന്നത്. ഈ ശബ്ദ സന്ദേശങ്ങളൊക്കെ കുട്ടികളുടെ മാതാപിതാക്കൾ തന്നെയാണ് പുറത്തേക്ക് വിട്ടിട്ടുള്ളത്. അതായത് ഓണാഘോഷം നമ്മൾ നടത്തേണ്ട ആവശ്യമില്ല, അതായത് സ്കൂളിലെ മുസ്ലിം വിഭാഗത്തിൽപ്പെട്ട കുട്ടികൾ ഓണാഘോഷത്തിൽ പങ്കാളികളാവേണ്ട ആവശ്യമില്ല. ഇതിനു മുൻപൊക്കെ ഓണാഘോഷം വളരെ ഗംഭീരമായിട്ട് ആർഭാടകരമായിട്ടൊക്കെ നടത്തിയിട്ടുണ്ട്. ഇക്കുറി അതങ്ങനെ നടത്തേണ്ട എന്നാണ് സ്കൂൾ മാനേജ്മെന്റിന്റെ തീരുമാനം എന്നടക്കമുള്ള കാര്യങ്ങളാണ് ഈ അധ്യാപകരുടെയൊക്കെ ഭാഗത്ത് നിന്ന് ശബ്ദ സന്ദേശമായിട്ട് ഈ വാട്സാപ്പ് ഗ്രൂപ്പുകളിലേക്ക് വന്നത്. തുടർന്ന് ഈ ശബ്ദ സന്ദേശം പുറത്തു വരികയും സംഭവം വലിയ വിവാദമായി മാറുകയും ചെയ്തിരുന്നു. ഇതിനുശേഷം ഈ പൊതുപ്രവർത്തകർ പോലീസിൽ പരാതി നൽകുന്നു. കുന്നംകുളം പോലീസിലാണ് പരാതി നൽകിയത്. ഇതിനുശേഷം ഈ സിറാജുൽ സ്കൂളിനെതിരെ വലിയ പ്രതിഷേധമാണ് ഉണ്ടായത്. എന്തായാലും ഈ സംഭവത്തിൽ ഇന്ന് BJPയും വലിയ കടുത്ത പ്രതിഷേധവുമായി സ്കൂളിലേക്ക് എത്തിയിട്ടുണ്ട്. അതായത് ഈ സംഭവം വിവാദമാകുകയും ഈ അധ്യാപകർക്കെതിരെ പോലീസ് കേസെടുക്കുകയും ചെയ്ത പശ്ചാത്തലത്തിൽ അധ്യാപകർക്കെതിരെ ചില അന്വേഷണമൊക്കെ സ്കൂൾ പ്രഖ്യാപിച്ചിട്ടുണ്ട്. അവരെ സസ്പെൻഡ് ചെയ്തിട്ടുണ്ട്. എന്നാൽ ഏതൊക്കെ അധ്യാപകരെയാണ് സസ്പെൻഡ് ചെയ്തത് എന്നടക്കമുള്ള കാര്യങ്ങൾ സ്കൂൾ ഇറക്കിയിട്ടുള്ള പത്രക്കുറിപ്പിൽ ഇതുവരെ അവർ വ്യക്തമാക്കിയിട്ടില്ല. അധ്യാപകരുടെ പേര് വിവരങ്ങൾ രഹസ്യമാക്കി വെച്ചുകൊണ്ടുള്ള ഒരു പത്രക്കുറിപ്പ് ആണ് ഇവർ ഇറക്കിയിട്ടുള്ളത്, ഈ സ്കൂൾ മാനേജ്മെന്റ് ഇറക്കിയിട്ടുള്ളത്. ആർക്കെതിരെയാണ് നടപടി സ്വീകരിച്ചിട്ടുള്ളത്, ആരാണ് ഇതിൽ കുറ്റക്കാരെന്ന അടക്കമുള്ള കാര്യങ്ങൾ ഈ സ്കൂൾ അധികൃതർ പരസ്യമാക്കിയിട്ടില്ല. ഒപ്പം തന്നെ പോലീസ് ഒരാളുടെ പേരിലാണ് കേസെടുത്തിട്ടുള്ളത്. സ്കൂളിലെ അധ്യാപികയായിട്ടുള്ള ഖദീജയ്ക്കെതിരെയാണ് കേസെടുത്തിട്ടുള്ളത്. നിലവിൽ ഖദീജനെ സസ്പെൻഡ് ചെയ്ത് കാണണം എന്നാണ് നമ്മൾ വിചാരിക്കുന്നത്. അതായത് സ്കൂൾ മാനേജ്മെന്റ് പറഞ്ഞിരിക്കുന്നത് 2 പേരെയാണ് അന്വേഷണ വിധേയമായിട്ട് സസ്പെൻഡ് ചെയ്തിട്ടുള്ളതെന്ന് അടക്കമാണ് സ്കൂൾ പറഞ്ഞിട്ടുള്ളത്. അതായത് ഈ സ്കൂൾ സന്ദേശത്തിൽ സ്കൂളിലെ വാട്സാപ്പ് ഗ്രൂപ്പിൽ അധ്യാപകർ നടത്തിയിട്ടുള്ള ചാറ്റ് അതീവ ഗൗരവകരമായിട്ടുള്ള കാര്യമാണ്. അതായത് വളരെ വർഗീയ വിഷം ചീറ്റുന്ന തരത്തിൽ, അതായത് കൊച്ചു കുട്ടികൾ പഠിക്കുന്ന സ്കൂളിൽ കുട്ടികൾക്കിടയിൽ മതപരമായിട്ടുള്ള വേർതിരിവ് സൃഷ്ടിക്കുന്ന തരത്തിൽ എത്രത്തോളമാണ് ഈ അധ്യാപകരുടെ ഭാഗത്തു നിന്നുള്ള ഈ വേർതിരിവ്, അല്ലെങ്കിൽ എങ്ങനെയാണ് കുട്ടികളെ അവർ സ്കൂളിൽ മതം തിരിച്ച് കാണുന്നതെന്നടക്കമുള്ള കാര്യങ്ങൾ ആ ശബ്ദ സന്ദേശത്തിൽ നിന്ന് തന്നെ നമുക്ക് വ്യക്തമാണ്. കാരണം എല്ലാ വിഭാഗത്തിൽപ്പെട്ട കുട്ടികൾ പഠിക്കുന്ന സ്കൂളാണത്. ആ സ്കൂളിൽ മുസ്ലിം വിഭാഗത്തിൽപ്പെട്ട കുട്ടികൾ ഇത്തരം പരിപാടികൾ പങ്കെടുക്കേണ്ട, അത് അവരെ പറഞ്ഞ് മനസ്സിലാക്കിക്കാൻ വേണ്ടി മാതാപിതാക്കൾ തയ്യാറാവണം. അതായത് ഓണാഘോഷവുമായി ബന്ധപ്പെട്ടുകൊണ്ട് കുട്ടികൾ പാവാട, അതായത് പട്ടുപാവാടയടക്കം തുന്നാൻ കൊടുത്ത വിവരം തങ്ങൾക്കറിയാം. അത്തരം കുട്ടികളുടെ മാതാപിതാക്കൾ കൃത്യമായിട്ട് ശ്രദ്ധിക്കണം. അത് കുട്ടികളെ തങ്ങളുടെ, അതായത് നമ്മുടെ മതവിഭാഗത്തിന്റെ ആചാരമല്ല ഓണം, അത് ഹിന്ദുവിന്റെ മാത്രമായി ചിത്രീകരിച്ചുകൊണ്ട്, ഹിന്ദുവിന്റെ ആചാരമായി ചിത്രീകരിച്ചുകൊണ്ടൊക്കെയാണ് അവർ ആ ശബ്ദ സന്ദേശം അതിൽ അയച്ചിട്ടുള്ളത്. ഒപ്പം തന്നെ ക്രിസ്മസും ഓണവും ഒന്നും നമ്മൾ ആഘോഷിക്കേണ്ട കാര്യമില്ല. കുട്ടികൾക്ക് വീട്ടിൽ നിന്ന് തന്നെ അത്തരം കാര്യങ്ങളിൽ അവബോധം നൽകണം. അതിന് മാതാപിതാക്കൾ പ്രത്യേകം ശ്രദ്ധിക്കണമെന്നൊക്കെ ആവശ്യപ്പെട്ടുകൊണ്ടുള്ള ശബ്ദ സന്ദേശങ്ങളായിരുന്നു ഇവർ അയച്ചിട്ടുള്ളത്. എന്തായാലും BJP കടുത്ത നിലപാട്, കടുത്ത സമരവുമായിട്ട് ഇന്ന് സ്കൂളിലേക്ക് എത്തി. BJP പറയുന്നത് കേവലം ഒരു സസ്പെൻഷനിൽ ഒതുക്കാൻ പറ്റുന്ന ഒരു കുറ്റമല്ല അധ്യാപകർ ചെയ്തിട്ടുള്ളത്. അതായത് കുട്ടികൾക്ക് വിദ്യ പകർന്നു കൊടുക്കുന്ന നാവിൽ നിന്ന് വന്ന വർഗീയ വിഷം, വർഗീയ ചുവയുള്ള, അല്ലെങ്കിൽ അത്തരം വിഷലിപ്തമായിട്ടുള്ള വാക്കുകൾ ഉപയോഗിച്ച് അധ്യാപകർക്കെതിരെ കടുത്ത നടപടി വേണം എന്നാണ് BJP പറയുന്നത്. അവരെ ഈ അധ്യാപന ജോലിയിൽ നിന്ന് തന്നെ മാറ്റണം എന്നാണ് ആവശ്യപ്പെട്ടിട്ടുള്ളത്. ഒപ്പം തന്നെ വിദ്യാഭ്യാസ വകുപ്പ് ഇതിൽ കൃത്യമായിട്ടുള്ള നടപടി സ്വീകരിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടായിരുന്നു BJPയുടെ മാർച്ച് അവിടേക്ക് നടത്തിയത്. BJPയുടെ നോർത്ത് ജില്ലാ അധ്യക്ഷ അഡ്വക്കേറ്റ് നിവേദിത അടക്കം ഈ മാർച്ചിൽ പങ്കെടുത്തു. എന്തായാലും വലിയ ജനരോഷമാണ് ഈ സ്കൂളിനെതിരെ ഉയർന്നു വരുന്നത്. അതായത് സിറാജുൽ സ്കൂളിനെതിരെ കടുത്ത നിലപാടുമായിട്ട് പൊതുജനങ്ങളും ഓണത്തിനെതിരെ വർഗീയ പരാമർശം നടത്തിയ അധ്യാപകർക്കെതിരെ കൃത്യമായ നടപടി വേണം. അത് തന്നെയാണ് BJPയുടെ ആവശ്യം. ഓണം കേരളത്തിന്റെ ദേശീയോത്സവമാണ്. അതിന് വർഗീയ നിറം നൽകി, മതത്തിന്റെയൊക്കെ നിറം നൽകി അങ്ങേയറ്റം പ്രതിഷേധാത്മകമായ ഒരു നിലപാടാണ് സ്കൂളുകാർ മുന്നോട്ട് വച്ചത്. സാനു കെ സജീവാണ് തൃശ്ശൂരിൽ നിന്ന് വിശദാംശങ്ങൾ നൽകിയത്.